എന്നെ ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് ഞാൻ ഒരുപാട് തവണ ഈ ഒരു മോർണിംഗ് മീറ്റിൽ ഗസ്റ്റായും അല്ലാതെയും ഒക്കെ വന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുകയും എന്നെ കുറിച്ച് അറിയുകയും മുമ്പേ എന്നെ പരിചയമുള്ള ആളുകളും മൈ ലൈഫിൽ വന്ന ശേഷം എന്നെ പരിചയമുള്ള ആളുകളും ഇനി എന്നെ യാതൊരു പരിചയമില്ലാത്ത ആളുകളും ഒക്കെ എന്നെ കേൾക്കാനുണ്ടാവും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന അന്ന് മുതൽ ഇന്ന് വരെയും ഇനി മുന്നോട്ട് ഞാൻ എത്ര പോവുകയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒരേ എക്സ്പീരിയൻസ് തന്നെയാണ്. മൈ ലൈഫിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മള് മുമ്പ് ആരായിരുന്നു, ഇപ്പോൾ എന്താണ്, ഇനി നമ്മൾക്ക് എന്തൊക്കെ ആവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ 3 കാര്യങ്ങൾ മാത്രമേ എപ്പോഴും ഓർമ്മപ്പെടുത്താനുള്ളൂ. ഒരുപക്ഷെ മുമ്പ് എന്റെ എക്സ്പീരിയൻസ് കേട്ട ആളെ സംബന്ധിച്ച് വീണ്ടും റിപ്പീറ്റേഷൻ ആയിട്ട് ചിലപ്പോ തോന്നിയേക്കാം. പക്ഷെ എന്നെ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയും എപ്പോഴും എനിക്ക് പറയാനും അത് തന്നെയുള്ളൂ. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുകയോ എന്തെങ്കിലും അവരെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അതെന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ നമ്മുടെ ചെറൂർ സാർ എന്നെ മോർണിംഗ് മീറ്റിലോട്ട് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റിയില്ല. അന്ന് ഇങ്ങനെ മോർണിംഗ് മീറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ മെനയാന്ന് അഫ്സത്ത് മേഡം എന്നെ വിളിച്ച് ഒരു ദിവസം മോർണിംഗ് മീറ്റിൽ വന്നോടെ ചോദിച്ചത്. എന്തായാലും അഫ്സത്ത് മേഡത്തിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയാണ്. അഫ്സത്ത് മേഡവും ഞാനും ഒക്കെ എന്ന് പറഞ്ഞാല് ശരിക്കും എന്താ പറയാ, ഒരു ജ്യേഷ്ഠത്തെ അനിയത്തിയെ പോലെ പരസ്പരം എപ്പോഴും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കിടുന്ന ഒരു സഹോദരിയെ പോലെയാണ് ഞങ്ങള്. ശരിക്കും മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് തന്നെ. ശരിക്കും ഞാൻ വിചാരിക്കലുണ്ട്, ഈ പേര് തന്നെ മൈ ലൈഫ് എന്ന പേര് തന്നെ അന്വർത്ഥാക്കുന്ന ഒരു കമ്പനി തന്നെയാണ് നമ്മുടേത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു അർത്ഥത്തില് ഇന്നും നമ്മൾ പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റാം, അതൊരു ഭാഗ്യം കൂടിയാണ്. മുമ്പ് എന്നെ ഇവിടെ നബീസ മേഡം പരിചയപ്പെടുത്തിയ എന്റെ പേര് താഹിറ എന്നാണ്. താമരശ്ശേരി ചമലിലാണ് വീട്. സ്വന്തം നാട് കൊടുവള്ളിയാണ്. നബീസ മേഡം പറഞ്ഞ പോലെ അയ്യൂബ് സാറിന്റെ സിസ്റ്ററാണ്. ഞങ്ങള് ഏട്ടന്റെ അനിയന്റെ മക്കളാണ്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതും ഈ ബിസിനസ്സിൽ പിടിച്ചു നിന്നതും ഇന്നും ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്ത് ചെയ്യുന്നതും ഒരുപക്ഷെ അയ്യൂബ് സാറിന്റെ ആ ഒരു ഇൻസ്പയർ കൊണ്ട് തന്നെ ആയിരിക്കാം നല്ല ആണ് എന്ന് തന്നെ പറയാം. കാരണം എന്നെ സംബന്ധിച്ച് ഡയറക്ട് സെല്ലിംഗ് എന്നോ ഇങ്ങനെ ഒരു മേഖല ഉണ്ടെന്ന് പോലും എനിക്കറിയാത്ത ഒരാളായിരുന്നു ഞാൻ കഴിഞ്ഞ 3-4 വർഷം മുമ്പേ. അങ്ങനെ തന്നെ പറയാം. ഒരു 4 വർഷം മുമ്പേ എന്നോട് ഈ ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ ഞാൻ കണ്ണും കൂട്ടി എന്താന്ന് പോലും കേൾക്കാൻ ചിലപ്പോൾ നിന്നോളണമെന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. കാരണം നാട്ടില് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതിലേക്ക് ചെവി കൊടുക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരാള് എന്ന് തന്നെ പറയാം. അതിനൊരു കാരണം കൂടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ലേഡീസിനെ സംബന്ധിച്ച് പൊതുവെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഒരു വീടുമായി കഴിഞ്ഞാൽ പിന്നെയുള്ള ചിന്തകൾ മുഴുവൻ നമ്മുടെ സ്വപ്നങ്ങളോ നമ്മൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ തന്നെ പറയാം. സ്വാഭാവികമായിട്ടും ഞാനും അങ്ങനെ ഒരു വ്യക്തി തന്നെ. 2 ആൺമക്കളാണ്, ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ ഉമ്മയുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പൊ പൊതുവെ ആ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക കുട്ടികളുടെ കാര്യം, അതിനപ്പുറത്തേക്ക് നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇനിയും ഉണ്ടെന്നോ നമുക്ക് ഇനിയും ആരോഗ്യം ഉണ്ടെന്നോ. ഇവിടെ സൗണ്ടിന്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കാരണം എന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ ഇന്നലെ ഒരു പുതിയ നായ്ക്കുട്ടിനെ വാങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആയിട്ട് ചിലപ്പോ കേട്ടേക്കാം നിങ്ങള്. അതെല്ലാം നമുക്കൊന്നും ചെയ്യാനില്ല ഇത്. അപ്പൊ ഏതായാലും ഞാനിങ്ങനെ കുട്ടികള് കാര്യങ്ങളായിട്ട് അവരെ ഒരു ലൈഫില് അങ്ങനെ മുന്നോട്ട് പോകലാണ്. അതാണ് എന്റെ ജീവിതം. നമ്മളെ പല ലേഡീസും ചെയ്യുന്ന ഒരു കാര്യം. എനിക്ക് ഇനി മുന്നോട്ടൊന്നും ചെയ്യാനില്ല, വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. ആ ഒരു ലൈഫ് തന്നെയായിരുന്നു. പക്ഷെ അതിനിടയിലും ഹസ്ബൻഡിന്റെ മോട്ടിവേഷനും ഇവിടെ ഉമ്മ നല്ല സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെ കുറച്ച് മുമ്പേ തന്നെ എന്റെ മൂത്ത മകൻ ചെറുതായ സമയത്തെ ഞാൻ ചെറിയ രീതിയിൽ ടൈലറിങ് വീട്ടിൽ തന്നെ ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഒരു ടൈലറിങ് ഒക്കെ പഠിച്ചു. അത്യാവശ്യം ചെറിയ ചെറിയ രീതിയിൽ തയ്ച്ചു തുടങ്ങിയപ്പോൾ തന്നെ അതിലെനിക്ക് എന്തോ ഒരു ഭാവി ഉണ്ട് എന്ന് ഇവിടെ വീട്ടിലുള്ളവർ എന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്ത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നി. പിന്നെ അതിലെനിക്ക് എന്തോ ഒരു ക്രൈസിസ് ആയിട്ട് വന്നു. പൊതുവെ ഞാൻ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ എനിക്ക് തോന്നി ഇതൊന്ന് മെനക്കെട്ട് നോക്കാം.
അങ്ങനെ ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് കുഴപ്പമില്ല, തരക്കേടില്ല. ഞാൻ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അത്യാവശ്യം നന്നായിട്ട് പെർഫെക്ഷനിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഓർഡറുകൾ കുറച്ചധികം വന്നപ്പോൾ ഞാനൊരു ഷോപ്പ് തന്നെ ഇട്ടു. ഷോപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു റൂമുണ്ട്. അപ്പോൾ ബിൽഡിങ്ങിന് വാടക ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ 1-2 ആളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് 1-2 കസ്റ്റമറിൽ നിന്നും എന്നോട് പറഞ്ഞു, നിങ്ങൾ തന്നെ തയ്ച്ചു തന്നാൽ മതി. കാരണം അവർക്ക് ഞാൻ ചെയ്യും പോലെ എന്തോ ഒരു പ്രൊഫഷണലായി എന്തോ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ എന്തുകൊണ്ടാ, എനിക്ക് തന്നെ അതൊന്ന് ഭാരം കുറയ്ക്കാനാ. പക്ഷെ ഇത് ഭാരം വീണ്ടും കൂടാൻ തുടങ്ങി. അത് മാത്രല്ല, ഒരു പെരുന്നാളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് എനിക്ക് വീട്ടിലേക്കൊന്ന് വന്നു നോക്കാൻ പോലും, വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ഷോപ്പെങ്കിലും വീട്ടിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും സമയം കിട്ടാതെ ആകുക. വർക്ക് ഓവർലോഡ് വരുന്ന സമയത്ത് വീട്ടിലേക്ക് വരുന്ന ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞു പോവുക. മുറ്റത്തുനിന്ന് ഇങ്ങോട്ട് കയറാണെങ്കിൽ കൂടി കുറെ പ്രയാസങ്ങൾ. പിന്നെ രാവിലെ ചിലപ്പോൾ വീട്ടിലെ ജോലി തീർന്ന് രാവിലെ ഒരു കടയാകുമ്പോൾ നമുക്കറിയാം രാവിലെ തുറക്കണം, കറക്റ്റ് സമയത്ത് അടയ്ക്കണം, അതിനൊക്കെ ഒരു പ്രയാസം വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് കട നടക്കൂല, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. അങ്ങനെ ഞാൻ കടമെല്ലാം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു, മെല്ലെ വീട്ടിലോട്ട് തന്നെ എടുത്തു വെച്ചു. പക്ഷെ വീട്ടിലെടുത്ത് വെച്ചപ്പോൾ ഉള്ള സ്ഥിതി എന്താ, ഓർഡറുകൾ ഇങ്ങനെ കുന്നുകൂടാൻ തുടങ്ങി. പലതും ഞാൻ ഒഴിവാക്കാൻ തുടങ്ങി. അത്യാവശ്യം വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഒരു ഓർഡർ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു ദിവസം കറണ്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓവർലോഡായി. എനിക്ക് താങ്ങാവുന്നതിലധികം ഉറക്കം ഡിസോർഡർ ആവാൻ തുടങ്ങി. ഉറക്കം ഇല്ലാതെ രാത്രിയൊക്കെ പലപ്പോഴും തയ്ച്ചിരുന്നിട്ട് എനിക്ക് അതിൻ്റെതായ ക്ഷീണങ്ങൾ വരാൻ തുടങ്ങി, കഴുത്ത് വേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ അതിലൊന്നും ഞാൻ എന്താ പറയാ, മറ്റൊരു മേഖലയിലേക്ക് തിരിയണമെന്നോ അങ്ങനത്തെ യാതൊരു ചിന്തയും അന്നും എനിക്കില്ല. അത് തന്നെ പെർഫെക്ഷൻ. ആ ഒരു ലൈഫിൽ അങ്ങനെ പോകുന്ന സമയത്താണ് ഒരിക്കലും ഞാൻ കൊടുവള്ളി, എന്റെ ജ്യേഷ്ഠത്തി സീനത്ത് മേഡം, നിങ്ങൾക്കൊക്കെ അറിയാം, എന്റെ കൂടെയുള്ള ZTC ലീഡറാണ്. സീനത്ത് മേഡത്തിന്റെ വീട്ടിൽ പോയപ്പോ സീനത്ത് മേഡത്തിന്റെ മകളാണ് ശരിക്കും എന്റെ തൊട്ട് മുകളിലുള്ള അപ്ലൈ ചെയ്യുന്നത്. സീനത്ത് മേഡത്തിന്റെ മകള് അയ്യൂബ് സാറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അന്ന് അയ്യൂബ് സാറിന്റെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ, അങ്ങനെ തന്നെ പറയാം. നമ്മൾ പറയലുണ്ട്, ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ എല്ലാവരും ലിസ്റ്റ് ഇടണം. ആ ലിസ്റ്റിൽ ചിലപ്പോ ആരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആരൊക്കെ ഇത് ഏറ്റെടുക്കുമെന്ന് നമുക്ക് തന്നെ ഒരു ദീർഘവീക്ഷണം ഉണ്ടാവും. ചിലപ്പോൾ ദീർഘവീക്ഷണത്തിന് ഒരു ആവശ്യമില്ല എന്ന് ലീഡേഴ്സ് നമ്മളോട് പലപ്പോഴും പറയാറുണ്ടല്ലോ. ഒരുപക്ഷെ അയ്യൂബ് സാർ ഞാനിത് ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. വിചാരിച്ചിട്ട് പോലും നല്ല ഞാനത് അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പൊതുവെ പുറത്തേക്കൊന്നും ഇറങ്ങാതെ, ഒരാളോട് പോലും സംസാരിക്കാതെ, അങ്ങനെ ഉണ്ടാവുമല്ലോ, വീട്ടില് മാത്രം ഒതുങ്ങി കൂടുന്ന അങ്ങനത്തെ ഒരു വ്യക്തി. പക്ഷെ സീനത്ത് മേഡത്തിന്റെ മകൾ അങ്ങനല്ല, അവൾ അത്യാവശ്യം ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. അപ്പൊ അതുകൊണ്ട് തന്നെ അയ്യൂബ് സാറിന്റെ ലിസ്റ്റിൽ അവളുണ്ടായിരുന്നു. അവളോട് ബിസിനസ് പറഞ്ഞു, അവള് സ്റ്റാർട്ട് ചെയ്തു. അവൾ ആദ്യം എന്നോടാ പറഞ്ഞത്, അവളെ ലിസ്റ്റിൽ ഞാനുണ്ട്. ഇതാണ് ഈ ഒരു ലിസ്റ്റിന്റെ പ്രത്യേകത. നമ്മൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിന്റെ കൂടെ അവര് കൊണ്ടുവരാൻ വിചാരിക്കുന്നത് ചിലപ്പം വേറൊരു വ്യക്തിയായിരിക്കും. അപ്പൊ അങ്ങനെ ഞാനൊരു ദിവസം വീട്ടിൽ പോയ സമയത്ത് അവൾ എന്നോട് ബിസിനസ് ഒന്നും അല്ല ആദ്യം പറഞ്ഞത്. അവൾ എന്നോട് പറഞ്ഞത് ഫേസ് വാഷും ഫെയർനെസ്സും ഉണ്ട്, അതേപോലെ നല്ല പേസ്റ്റ് ആണ്, അടിപൊളി പേസ്റ്റ് ആണ്, കുറെ ഉൽപ്പന്നങ്ങൾ ഇതിലുണ്ട്, നല്ല ഉൽപ്പന്നങ്ങളാണ്, ഇതൊക്കെ ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ മിണ്ടാതെ നിൽക്കുന്ന പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ഈ പേസ്റ്റ് എടുത്ത് പല്ല് തേച്ച് നോക്കുക. പൊതുവെ എനിക്കൊരു സ്വഭാവമുണ്ട്, ബ്രഷ് ഇല്ലാതെ പല്ല് തേച്ച് കഴിഞ്ഞാല് എനിക്ക് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ അപ്പൊ ബ്രഷ് എടുത്ത് പല്ല് വെച്ചിട്ടേ പിന്നെ എനിക്കൊരു ആശ്വാസമാവുള്ളൂ. അപ്പൊ ഞാൻ അവിടെ നിന്ന് കയ്യിൽ ഇങ്ങനെ ബ്രഷ് ഒന്നും എടുക്കാതെ അവിടേക്ക് എത്താൻ പോയത്. അപ്പൊ ഞാൻ കയ്യിൽ പേസ്റ്റ് എടുത്തിട്ട് തേച്ചു, ചായ ഒക്കെ കുടിച്ചു, അവിടുന്ന് ഞാനിങ്ങ് പോന്നു. ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ എന്നോട് ആ ബ്രഷ് വെച്ചല്ല പല്ല് തേച്ചതെന്ന് പോലും ഞാൻ മറന്നുപോയി. കാരണം എന്റെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോയി. കാരണം അത്രയും വായക നല്ല ഫ്രഷ്നെസ്. അങ്ങനെ അവൾ എന്നോട് ചോദിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പേസ്റ്റ്. അപ്പോഴാണ് ഞാൻ ഓർത്ത്, അയ്യോ ഞാൻ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പല്ല് പിന്നെ മാറ്റി തേച്ചില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കാൻ തുടങ്ങി, നല്ല പേസ്റ്റ് ആണല്ലോ അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അവള് രണ്ടാമതും ഞാൻ കണ്ടപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, നീ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക അങ്ങനെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോ അയ്യൂബ് സാറും ഒരു രണ്ടുപേരും കൂടെ എന്നോട്, ഞാൻ അവിടെ നിൽക്കുമ്പോ എന്നോട് ഇങ്ങനെ പറയാണ്, എന്റെ മൂത്ത മോന് കൊറോണ വന്ന ശേഷം അവനിങ്ങനെ പനി വരും. ഇടക്ക് പനി വന്നു കഴിഞ്ഞാല് കുറേ ദിവസം ഇങ്ങനെ ഭയങ്കര ക്ഷീണം. സ്കൂളൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ക്ഷീണമായിട്ട് തിരിച്ച് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കും, ഞാൻ തിരിച്ചു കൊണ്ടുവരും. പിന്നെ 2-3 ദിവസം സ്കൂൾ ആബ്സെന്റ് ആവും.
എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എന്ത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നം. സത്യം പറഞ്ഞാൽ ഞാൻ ആഴ്ചയിലും അല്ലെ മാസത്തിലും താമരശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു സ്ഥിരം വിസിറ്ററായിരുന്നു. അവിടെ ഏതൊക്കെ ബോർഡുകൾ എങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഏതൊക്കെ പുതിയ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാം. ഇപ്പൊ 3 വർഷമായിട്ട് അവിടുത്തെ യാതൊരു കഥയും എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങോട്ട് പോവാറില്ല. അങ്ങോട്ട് പോവേണ്ട ഒരു ആവശ്യമേ വരാറില്ല. കാരണം അന്ന് ഞാൻ ഈ ഒരു അവിടെ സ്ഥിരം രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ടൊക്കെ തിരിച്ചു പോരാ. കാരണം അത്രയും ആളുകൾ അവിടെ ഉണ്ടാവും. കുട്ടികളെയും കൊണ്ട് കാണിച്ച് ഒരാളെ ഒക്കെ കാണിച്ചു പോകുന്ന തിരിച്ചെത്തി കഴിഞ്ഞാൽ പിറ്റേന്ന് അടുത്താക്ക് തുടങ്ങും. ഇങ്ങനെ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഞാന് ഈ ഒരു കവചപ്രാശം എന്ന് പറഞ്ഞ ലേഹിയാണ് എന്നെ അവര് പരിചയപ്പെടുത്തി. എന്നോട് പറഞ്ഞു, ഈ കവചപ്രാശം മോനൊന്ന് കൊടുത്തു നോക്ക്. ചിലപ്പോ ഒരു പക്ഷെ അവന് ഈ കൊറോണ കഴിഞ്ഞ ശേഷമുള്ള ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അതുകൊണ്ടാണ്. അന്ന് എന്റെ മനസ്സിൽ അയ്യൂബ് സാർ ചെയ്യുന്ന എന്തോ ഒരു മേഖലയുണ്ട്, അത് അയ്യൂബ് സാറിന് മാത്രം പറ്റുന്ന ഒന്നാണ്. അത് എനിക്ക് നടക്കൂല ഏതായാലും. കാരണം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, ഞാൻ പുറത്തിറങ്ങൂല, ഒരാളുമായിട്ട് കാര്യമായി സംസാരിക്കൂല. അപ്പൊ അത് ഞാൻ ഏതായാലും നോക്കണ്ട, അതിനെപ്പറ്റി ഞാൻ മൈൻഡ് ചെയ്യുന്നേ അല്ല. ഒരു ബിസിനസ് എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലും. പകരം ഞാൻ ചിന്തിച്ചത് എനിക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നമാണ്, ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാലോ, അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഒരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറായി. അത്ഭുതം എന്ന് പറയാ, കവചപ്രാശം കൊടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഇളയ കുട്ടിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. മൂത്ത മോനാണ് ഞാൻ വിചാരിച്ച് വാങ്ങിയെങ്കിലും ഇളയ മോനും കൊടുത്തു. രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി. കഴിച്ച സമയത്ത് ഞാനിങ്ങനെ അടുത്തൊരു പനീന്റെ ആ ഒരു സമയം എനിക്കറിയാം, ഏകദേശം ടൈം. പക്ഷെ ആ ഒരു സമയമായിട്ട് പനിയൊന്നും അങ്ങനെ വരുന്ന കാണില്ല. അപ്പൊ പനി വരുന്ന കാണാന്നപ്പോ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം, ഇതൊക്കെ വല്ലാത്തൊരു മാജിക്. അങ്ങനെ ഞാൻ അയ്യൂബ് സാറിനോട് എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, അതിന്റെ ഇതെന്താ ഇതിൽ, എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കവചപ്രാശത്തിനെ കുറിച്ചുള്ള അഞ്ജിത മാഡത്തിന്റെ ട്രെയിനിങ്ങും വേറെ 1-2 വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പൊ ഞാൻ അതൊന്ന് കേട്ട് നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കവചപ്രാശത്തിൽ അടങ്ങിയ കണ്ടന്റുകളും കാര്യങ്ങളും ഇതിന്റെ മാജിക് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അയ്യൂബ് സാർ എന്നോട് പറഞ്ഞു, നിനക്കിത് പോരാ, നീ ഒരു കാര്യം ചെയ്യണം, ഞാനൊരു ദിവസം എന്നോട് പറയും, അന്ന് ഈ ഒരു പ്രോഗ്രാം വന്ന് അറ്റൻഡ് ചെയ്യണം. അന്ന് GTS കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് GTSലോട്ടൊന്നും ഞാൻ പോകില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കോഴിക്കോട് GTS ഉണ്ടെങ്കിൽ വരാം. ഞാൻ പറഞ്ഞേ അതൊന്നും ഞാൻ വരൂല, ഒന്നും ഞാൻ ചെയ്യൂല എന്ന്. അപ്പോ എന്നോട് അറിയുന്ന ഒരു കാര്യം ചെയ്യാം, എന്റെ നാട്ടിൽ തന്നെ ഇങ്ങാപ്പുഴ വെച്ചിട്ട് ഒരു ചെറിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, നീ അതിലൊന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഇവിടെ വന്നു, വീട്ടിൽ വന്ന് എന്നെയും മക്കളെയും കൂട്ടിയിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗിലേക്ക് അയ്യൂബ് സാറ് പോയി. അന്ന് ബിജു സാർ സീലിംഗ് ആയതിന്റെ ഫസ്റ്റ് സെലിബ്രേഷനും കൂടിയായിരുന്നു ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ്. ഞാൻ അന്ന് അവിടെ വെച്ചാണ് ബിജു സാറിനെ കാണുന്നത്. ബിജു സാർ സീലിംഗ് ആയ അന്നാണ് എന്നെ ഇവര് വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തത്. അന്ന് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ബിജു സാറിന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഇദ്ദേഹമൊക്കെ വലിയൊരു കോടീശ്വരനായ ഒരു വ്യക്തി, നമ്മളെയൊന്നും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ആ ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് തന്നെ പങ്കെടുക്കാൻ പോകുന്നത്. അവിടെ പോയി കുറെ ആളുകളെ കണ്ട സമയത്ത് ഒരുപാട് ആളുകൾ, റജിന മാഡത്തിനെയൊക്കെ ഞാൻ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. മുമ്പ് യാതൊരു പരിചയം എനിക്ക് റജിന മാഡത്തിനല്ല. അതേപോലെ റുക്കിയ മാഡത്തിനെ ഞാൻ അതിന് മുമ്പേ കണ്ടിട്ടുണ്ട്. കാരണം ഈ ഒരു കവചപ്രാശം എന്ന് പറഞ്ഞ ലേഹ്യം എനിക്ക് നേരിട്ട് അയ്യൂബ് സാർ കൊണ്ടു തന്നാൽ അത് അയ്യൂബ് സാറിന്റെ ചെറിയൊരു ട്രിക്കും കൂടിയായിരുന്നു ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. കാരണം എനിക്കൊരു കവചപ്രാശോ ഒരു ഫേസ് വാഷോ ഫെർണസോ അങ്ങനെ ചെറിയ 1-2 സാധനം തരാൻ അയ്യൂബ് സാറിന്റെ കയ്യിലുണ്ട്. പക്ഷെ അയ്യൂബ് സാർ എനിക്ക് നേരിട്ട് തന്നില്ല. എന്നോട് പറഞ്ഞ കാര്യം, നീ ഒരു കാര്യം ചെയ്യേ, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങള് നിന്റെ നാട്ടിൽ തന്നെ എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഞാൻ നമ്പർ തരാം, റുക്കിയ മാഡാണ്, അവരെ വീട് എന്റെ അടുത്താണ്, അപ്പൊ അവിടെ നീ ഒന്ന് പോയിട്ട് അവിടെ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞു. കാരണം അയ്യൂബ് സാർ എന്നെ അങ്ങോട്ട് വിടാനുള്ള കാരണം അവിടെ പോയി പ്രൊഡക്റ്റുകൾ ബാക്കിയെല്ലാം ഒന്ന് കാണട്ടെ, ഞാൻ ഏതായാലും സ്റ്റോറിലൊന്നും പോകില്ല എന്ന് അയ്യൂബ് സാർ തോന്നിയിട്ടുണ്ടാവും. അപ്പോ അവിടെ പോയിട്ട് കാണാൻ വേണ്ടിയാണ് എന്നെ അങ്ങോട്ട് വിട്ടത്. ഞാനും ഹസ്ബൻഡിനെയും കൂട്ടി അവിടെ പോയ സമയത്ത് റുക്കിയ മാഡത്തിന്റെ ഡൈനിങ് ഹാളിൽ വലിയൊരു സ്റ്റാൻഡിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടുണ്ട്. റുക്കിയ മാഡത്തിന്റെ ആ ഒരു എനർജി, വല്ലാത്തൊരു എനർജി, അതൊന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയും ഒരുപാട്, ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് പോയതെങ്കിൽ എന്നോട് മറ്റുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ച് റുക്കിയ മാഡം എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇതിലൂടെയുള്ള ഒരു ബിസിനസ് സാധ്യത ചെറിയ രീതിയിൽ എനിക്കൊരു സ്പാർക്ക് എവിടെയോ തട്ടി. കാരണം അയ്യൂബ് സാർ മാത്രമല്ല ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത്, ഒരുപാട് ലേഡീസ് ഇത് ചെയ്യുന്നുണ്ടെന്ന് അയ്യൂബ് സാർ പറഞ്ഞതിൽപ്പെട്ട ഒരു ലേഡിയാണിതെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ ചെറുതായിട്ട് എന്റെ മനസ്സിൽ അത് കത്തിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് ഇത് ഉപയോഗിച്ചപ്പോ കിട്ടിയ റിസൾട്ടും കിട്ടി.
പിന്നീട് ഞാൻ ആ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഒരുപാട് കാറ്റഗറി ആളുകൾ, പല കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ ഞാൻ കണ്ടത് അയ്യൂബ് സാറിന് മാത്രം പറ്റുന്ന പരിപാടി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ പോലും നന്നായിട്ട് അറിയാത്ത ആളുകൾ, പ്രായം കൊണ്ട് ചെറിയ ആളുകൾ, എന്നെക്കാൾ ഒരുപാട് പ്രായം കൂടിയ ആളുകൾ, പല കാറ്റഗറി ആളുകളെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ എന്താ പറയാ ലഡു പൊട്ടി എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ഇതിൽ ചെയ്യാനുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ ഫസ്റ്റ് പ്രസന്റേഷൻ കേൾക്കുന്നത്. ചിലർ പറയാറുണ്ട് ആദ്യത്തെ പ്രസന്റേഷൻ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ആദ്യത്തെ പ്രസന്റേഷനിൽ തന്നെ ഇൻകം പ്ലാന് വല്ലാതെ എന്റെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്തു. പ്രോഡക്റ്റ് എനിക്ക് ചെറിയ രീതിയിൽ ഐഡിയ കിട്ടി. പിന്നെ ആയുർവേദമാണ്. ആയുർവേദത്തിന് എപ്പോഴും അതിൻ്റെതായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശരീരത്തിന് പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. എപ്പോഴും അതിൻ്റെതായ ഒരു ഇതുണ്ട്, അതെനിക്കറിയാം. അത് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുർവേദം ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു ഐഡിയ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ആ പ്രസന്റേഷൻ കേട്ട് പ്ലാൻ കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് എന്റെ കഴിവുകൊണ്ട് വളരുന്ന ഒരു സംഭവമല്ല. ഇത് മറ്റുള്ള ആളുകളുടെ കഴിവിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ മറ്റുള്ള ആളുകളിലേക്ക് ഈ കഴിവ് അവരെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഹെൽപ്പ് ചെയ്താൽ മതി. അത്രയും ഞാൻ മനസ്സിലപ്പം തന്നെ എനിക്ക് കത്തിയപ്പോൾ ഞാൻ അവിടെ വെച്ച് എന്നെ തിരിച്ചു പോരുമ്പോ അയ്യൂബ് സാറിനെ, അവര് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അയ്യൂബ് സാറിന്, ഷായർ സാർ, ബിജു സാറൊക്കെ അവരെന്തോ ഒരു പിറ്റേത്തെ ആഴ്ചത്തേക്കുള്ള പ്ലാനിങ്ങിന് വേണ്ടി ഇരിക്കാൻ വേണ്ടി ഒന്നിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ അയ്യൂബ് സാറിനോട് കുറേ ഡൗട്ടുകൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അപ്പൊ അയ്യൂബ് സാറിനോട് പറഞ്ഞു എനിക്ക് ഇവിടെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരാം, നീ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വേറൊരു വണ്ടി കയറ്റി വിട്ടു. ഞാൻ അവിടെ നിന്ന് പോന്നു. രാത്രി അയ്യൂബ് സാർ ഇവിടെ വന്നു, വീട്ടിൽ വന്നു, എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാനപ്പോ തന്നെ എനിക്ക് ലിസ്റ്റിലാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ മനസ്സിൽ കുറച്ച് ആളുകൾ അപ്പൊ തന്നെ മിന്നി മറഞ്ഞു പോയ കുറച്ച് ആളുകളെ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. പറഞ്ഞ പിന്നോട് നീ പറയേണ്ട അതെല്ലാം എഴുതി വെച്ചോ, ഒരു ഹോം മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തോ, കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് ആ ഹോം മീറ്റിങ്ങിലോട്ട് നീ എഴുതിയ ആളുകളെ കൂടെ വിളിക്കും, ബാക്കി ഞാൻ ഏറ്റു പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോം മീറ്റിങ്ങിനൊക്കെ പ്ലാൻ ചെയ്യുമ്പോ ഇവിടുന്ന് ഹസ്ബൻഡ് പറഞ്ഞു നീ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കട്ടെ, എനിക്ക് ഇവിടെ അത്യാവശ്യം വരുമാനം ഇവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുക്കാൻ നിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ കുടുങ്ങേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാ ജയിലിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാലോ എന്ന് വെച്ചു. അപ്പൊ അവർ ഇത്രയും കാലമായിട്ട് അയ്യൂബ്ക്ക് അത് ചെയ്തിട്ട് ഒന്നും പറ്റിയിട്ടില്ല, അത് പ്രശ്നമൊന്നുമില്ല, ഏതായാലും ഇവിടെ ഒരു ഹോം മീറ്റിംഗ് വെക്കട്ടെ, ബാക്കി പിന്നെ ആലോചിക്കാതെ. ആ ഹോം മീറ്റിംഗിൽ ഹസ്ബൻഡിനെ എത്തി. ആ കൂട്ടത്തില് ഞാൻ എന്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഇന്നത്തെ അപ്കമിങ് ZDC ലീഡർ ആയിട്ടുള്ള ബഷീർ സാറും. അപ്പൊ ബഷീർ സാർ എന്റെ അളിയനാണ്, പെങ്ങളുടെ ഭർത്താവ്. അപ്പൊ ഞാന് ബഷീർ സാറില് ഗൾഫൊക്കെ നിർത്തി വന്ന വ്യക്തിയാണ്. അപ്പൊ ബഷീർ സാറിനെയും ഇതൊന്ന് കേൾപ്പിക്കാം എന്ന് കരുതി ബഷീർ സാറിനെയും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാരും പ്രോഗ്രാം കേട്ടു. പ്രോഗ്രാം കേട്ട സമയത്ത് ഹസ്ബൻഡിന് മനസ്സിലായി ഇത് ഞാൻ മനസ്സിൽ കണ്ട സാധനമല്ല, എന്തെങ്കിലുമൊക്കെ ഇവക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോട്ടെ. അപ്പൊ എനിക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടി. ഹസ്ബൻഡ് കുറെ ഉൽപ്പന്നങ്ങൾ കവചപ്രാശത്തിന്റെ ഒപ്പം തന്നെ വെൽഹാർട്ടൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങി. വെൽഹാർട്ട് കഴിച്ചപ്പോ കൊളസ്ട്രോളിൽ മാറ്റം വന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത ഉൽപ്പന്നമാണെന്ന് ബോധ്യപ്പെട്ടു. പ്രോഗ്രാം കേട്ട സമയത്ത് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഞാന് ബഷീർ സാറിനെ പെട്ടെന്ന് വിളിച്ചാലൊന്നും ബഷീർ സാറ് വരൂല എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ബഷീർ സാറിനോട് പറഞ്ഞതും ചെറിയൊരു പരിപാടി ഉണ്ട്, പക്ഷേ ആ പരിപാടിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയൂല, എനിക്കത് ഏറ്റെടുത്ത് ചെയ്യണം തോന്നുന്നുണ്ട്, നിങ്ങളൊന്ന് വന്ന് കേട്ട് നോക്കി, കേട്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് എങ്കിൽ ബഷീർ സാർ എന്നെക്കാട്ടി ഒരുപാട് എന്താ പറയാ വർഷങ്ങള് അനുഭവങ്ങളുള്ള വ്യക്തിയാണ്, പല മേഖലയും കുറെ കാര്യങ്ങൾ അറിയുന്ന ആളും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കേട്ടിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ, അതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാനാണെന്നാ ഞാൻ ബഷീർ സാറിനോട് പറഞ്ഞത്. ബഷീർ സാർ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്, കാരണം ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞു തരണമല്ലോ. കൃത്യമായി കേട്ടപ്പോ തന്നെ ബഷീർ സാറിന് മനസ്സിലായി ഇത് ആ കുഴപ്പങ്ങളൊന്നും ഉള്ള സാധനമല്ല. അങ്ങനെയാണെങ്കിൽ ബഷീർ സാറിന് കുറച്ച് ഉൽപ്പന്നം വേണമെന്ന് പറഞ്ഞു. വാങ്ങി ഉപയോഗിച്ചപ്പോ വീട്ടിൽ നല്ല റിസൾട്ട് കിട്ടിയപ്പോ സാറും എന്റെ കൂടെ ജോയിൻ ചെയ്തു. ഇങ്ങനെ ഇന്നും എന്റെ കൂടെ, അതേപോലെ സീനത്ത് മാഡം മകളാണ്, സീനത്ത് മാഡത്തിന്റെ മകളാണ് എന്നെ കൊണ്ടുവന്നത്. പക്ഷെ സീനത്ത് മാഡം ജോയിൻ ചെയ്തില്ല. സീനത്ത് മാഡം അന്ന് മോഡി കെയറിന്റെ ഹെഡായിരുന്നു, അങ്ങനെ തന്നെ പറയാം. മോഡി കെയറിൽ ഇങ്ങനെ ശോഭിച്ച് നിൽക്കുക, പക്ഷെ വരുമാനമൊന്നുമില്ല, അങ്ങനെ ശോഭിച്ച് നിൽക്കുകയാണ് മോഡി. അപ്പോ ഞാനിത് ഏറ്റെടുത്തപ്പോ സീനത്ത് മാഡത്തിന് തോന്നി മോഡി കെയർ പോലും പറഞ്ഞിട്ട് ഏറ്റെടുക്കാത്ത ഇവളും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്, എന്തോ ഒരു കാര്യം ഉണ്ടാകുന്നു. സീനത്ത് മാഡത്തിനോട് ഞാൻ ഇരുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ സീനത്ത് മാഡം എന്റെ കൂടെ ജോയിൻ ചെയ്തു.
അങ്ങനെ എന്നെ കൊണ്ടുവന്ന ഷാനവാടം നേരെ ഒമാനിലോട്ട് തിരിച്ചു. ആള് ബ്രോൺസ് റാങ്ക് തന്നെ അവിടെ സ്റ്റക്കായി നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് ഇതിന്റെ സാധ്യത മനസ്സിലാക്കി എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് ആളുകൾ എന്റെ കൂടെ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ എങ്ങനെ മേലോട്ട് പോന്ന് ഇന്ന് STC റാങ്കിൽ എത്തിയിരുന്നു. അപ്പോ ഇത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എനിക്കിതിനെ കൊണ്ട് കഴിയുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഉത്തരാണത്. നിങ്ങളുടെ കൈകൊണ്ട് വളരുന്ന ഒരു സംഭവമേ അല്ല മൈ ലൈഫ് സ്റ്റൈൽ. നിങ്ങളെക്കാൾ ഒരുപാട് കഴിവുള്ള ഒത്തിരി ആളുകൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവരിലേക്ക് ഈ ബിസിനസ്സിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നിങ്ങൾ ആ ബിസിനസ്സിനെ എത്തിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും എങ്ങനെ ഞാൻ പറഞ്ഞാ കേൾക്കോ ഇവരെന്നൊക്കെ. ആ ഒരു ചിന്തയാണ് നിങ്ങളുടെ പ്രശ്നം. പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ കൂടി ഒരു കോൺഫിഡൻസോട് കൂടി പറയാനുള്ള കഴിവുണ്ടാച്ചാൽ. ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് യാതൊരു അറിവില്ലാത്ത സമയത്ത് ഞാൻ അയ്യൂബ് സാറിനോട് ചില ഡൗട്ടുകൾ ഇങ്ങനെ വോയിസ് ഇടാറാണ് ഞാൻ അന്ന് പതിവ്. കാരണം വോയിസ് ഇടുമ്പോ എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് കോൾ ചെയ്യുമ്പോൾ ഒരു പക്ഷെ അയ്യൂബ് സാർ തിരക്കിലായിരിക്കും, ചിലപ്പോൾ എടുത്തോളണമെന്നില്ല. ഇനി അതും അല്ലെങ്കിൽ എനിക്ക് റിപ്ലൈ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും കൂടി കേൾക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ നടക്കില്ല. പക്ഷെ വോയിസ് ആണെങ്കിൽ എനിക്ക് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അങ്ങനെ ഞാൻ വോയിസ് ഇടും. ഒരു ഡൗട്ട് ചോദിച്ചു. ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നത് ഗ്യാസിന്റെ പ്രോബ്ലത്തിന് ഏതോ ഒരാൾ എന്നോട് ഞാൻ സ്റ്റാറ്റസ് വെച്ച സമയത്ത് ഇത് കഴിച്ചാൽ മാറുന്ന ഉറപ്പുണ്ടോ, എനിക്ക് ഇന്നേം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ഇട്ടു. അപ്പൊ എനിക്ക് അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാനുള്ള യാതൊരു ഐഡിയ എനിക്കില്ല. ഞാൻ നേരെ അയ്യൂബ് സാറിന് ഈ വോയിസ് ഫോർവേഡ് ചെയ്തപ്പോൾ അയ്യൂബ് സാർ എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തന്നു. അസിഡിക് പ്രോബ്ലം ഇങ്ങനെയാണ്, അത് ദഹനം കറക്റ്റ് ചെയ്യുന്നതാണ്, ദഹനത്തിനെ കറക്റ്റ് ചെയ്യാനുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിലുള്ള, ഗ്യാസിനുള്ള ഉൽപ്പന്നം എന്നല്ല പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ അന്നേ ചെയ്തു പോകുന്ന ഒരു കാര്യം ഇന്നും ചെയ്യുന്ന ഒരു കാര്യം അത് കേട്ട് ഞാൻ എന്ത് ചെയ്തു, മനസ്സിലാക്കി വെച്ചു. എന്നിട്ട് എന്റെ വോയിസ് തന്നെ ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാൻ നല്ല കോൺഫിഡൻസിൽ അയ്യൂബ് സാർ പറഞ്ഞതിനെക്കാട്ടും 1-2 കാര്യം കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഞാനൊന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്ത സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അവർക്ക് വിട്ട വോയിസ് അയ്യൂബ് സാറിന് തന്നെ ആയിപ്പോയി ഫോർവേഡ് ചെയ്തത്. പക്ഷെ എന്റെ മനസ്സിൽ ഞാനത് അയ്യൂബ് സാറിനാണ് വിട്ടത്. ഞാൻ ഇച്ചിരി സമയം കഴിഞ്ഞ് നോക്കിയപ്പോ ഞാൻ നേരത്തെ വിട്ട ആള് എന്നെ വീണ്ടും വിളിച്ചു. അതിന് മറുപടി തന്നില്ലല്ലോ എന്നാണ്. അപ്പൊ ഞാൻ വിട്ടല്ലോ, ഞാനൊരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നാണ്. ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോ ആണ് മനസ്സിലായത് ഞാൻ അയ്യൂബ് സാറിന് തന്നെയാണ് ആ വോയിസ് ഇട്ടത്. അപ്പൊ അയ്യൂബ് സാർ അത് കേട്ടിട്ട് എന്നോട് മറുപടി പറഞ്ഞു, നീ ഒരിക്കലും ഇനി എന്റെ വോയിസ് ആർക്കും വിട്ടുകൊടുക്കരുത്, നീ പറയുന്നത് വളരെ പെർഫെക്റ്റ് ആണ്, ഈ ഒരു എനർജി എനിക്ക് ഉണ്ടാച്ചാൽ മാത്രം മതി, എന്റെ ചെയ്ത കാര്യം വീണ്ടും നീ റിപ്പീറ്റ് ചെയ്താൽ നിന്റെ വോയിസ് തന്നെ വിട്ടുകൊടുക്കണം, അത്രയും പവർഫുൾ ആയിട്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തോ ഒരു ചമ്മലോ എന്തൊക്കെയോ ഒന്ന് തോന്നിയിട്ടുണ്ട്. അയ്യൂബ് സാർ അത് കേട്ടുപോയല്ലോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നെ നല്ല മോട്ടിവേഷൻ ചെയ്തു. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരാളെ വോയിസ് പോലും എടുത്തിട്ട് നേരെ അങ്ങോട്ട് ഇടാറില്ല. ഞാൻ ആര് ഡൗട്ട് ചോദിച്ചാലും ഞാനത് എനിക്ക് മനസ്സിലാക്കേണ്ടത് മോളിൽ ചോദിച്ച് മനസ്സിലാക്കും, എന്റെ വോയിസിൽ ഞാൻ കൊടുക്കും. അത് ഫോളോ ചെയ്യുന്നോണ്ടായിരിക്കും പലരും ചോദിക്കുന്നതിന് മറുപടി പെട്ടെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റാറുണ്ട്. അത് നിങ്ങളും തുടക്കത്തിലുള്ള വ്യക്തിയാണെങ്കിൽ കൂടി നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സിനോട് നിങ്ങൾ മറുപടി ചോദിക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടേതായ വോയിസിൽ കൊടുക്കുന്നത് എനർജിയോടുകൂടി കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന സമയത്തെ അത് മെല്ലെ എങ്ങനെ എഞ്ഞണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങി കഴിക്കാൻ പോലുള്ള മനസ്സുണ്ടാവുക. അപ്പൊ ആ കോൺഫിഡൻസ് മാത്രം പാസ് ചെയ്ത് വെച്ചാൽ മതി. ഏതായാലും ഞാൻ ഇതില് വളർന്നു വരുന്ന ഓരോ സമയത്തും പഠിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതും കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എന്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യും. അതിൽപ്പെട്ട 1-2 കാര്യം, ഞാൻ ഫസ്റ്റ് ബ്രോൺസ് ആയ സമയത്ത് തന്നെ അയ്യൂബ് സാറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ബ്രോൺസ് റാങ്ക് അച്ചീവ് ചെയ്തപ്പോൾ എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു ആങ്സൈറ്റി ആയിരുന്നു. ഒരു ബ്രോൺസ് റാങ്ക് പോലും എത്താൻ എനിക്ക് പറ്റുമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഞാൻ ബ്രോൺസ് റാങ്ക് അച്ചീവ് ചെയ്തപ്പോൾ അയ്യൂബ് സാറിനെ വിളിച്ച് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ അയ്യൂബ് സാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ നിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോരോ ബ്രോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്ന പണി ഇനി എടുക്കുക. അപ്പൊ മുതൽ ഞാൻ ഫോക്കസ് കൊടുത്തു. എന്റെ 2 ഭാഗത്തും ഓരോരോ ഐഡിയിലുള്ള ആള് വന്നിട്ടുണ്ട്, ആ 2 വ്യക്തിനെ ബ്രോൺസ് ആക്കണം. അത് ഞാൻ ഫോക്കസ് കൊടുത്ത് പിന്നീട് ഞാൻ ചെയ്ത കാര്യം ആ 2 വ്യക്തിനെ ബ്രോൺസ് ആക്കുന്ന പണിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ സിൽവർ ആയി.
പിന്നെ ഇതേ പണി താഴേക്കും ചെയ്യാൻ പറഞ്ഞു. അതേ പണി എന്നെ താഴേക്ക് ചെയ്ത് ഈ വന്ന രണ്ടാളെ താഴേക്ക് ബ്രോൺസിനെ ക്രിയേറ്റ് ചെയ്യാം. ഈ ലീഡർ ക്വാളിറ്റി എന്ന് പറഞ്ഞാലും അതല്ലെങ്കിൽ എന്റെ കൂടെ ടീമില്ല എന്ന് പറയുന്ന ആളോട് പറയാനുള്ള ടീം എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഉണ്ടായി തനിയെ വരുന്ന ഒരു സാധനമല്ല. ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് ടീമില്ല, നമ്മൾ ഒറ്റക്കാണ്, നമ്മുടെ കൂടെ ഒരാളില്ലെങ്കിൽ നമ്മൾ ഒരാളിലേക്ക് ഫോക്കസ് കൊടുത്ത് അവരെ ഈ ബിസിനസ് മനസ്സിലാക്കി അവരെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിയുടെ തന്നെ ലിസ്റ്റിലൂടെ പോയിട്ടോ ആ വ്യക്തിക്ക് തൊട്ട് താഴെ വരാനുള്ള ഒരാളെയോ നമ്മൾ കണ്ടെത്തലാണ് ഏറ്റവും നല്ലത്. സ്വാഭാവികമായിട്ടും നമ്മുടെ താഴെ വന്ന വ്യക്തിക്ക് ഒരു കൂട്ട്, അവർക്കൊരു വരുമാനം ഡെയിലി കിട്ടാനുള്ള ഒരു സംവിധാനം. ആ ഒരർത്ഥത്തിൽ ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി. ഞാൻ സ്റ്റാർ ആവുമ്പോഴേക്ക് എന്റെ കൂടെ 2 സിൽവർ വന്നു. ഈ വന്ന ബ്രോൺസിന്റെ കൂടെ സിൽവറിന്റെ കൂടെ 2 ബ്രോൺസ് വന്നു. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് താഴോട്ട് പോയി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് STC റാങ്കിലാണ്. എന്റെ ടീമിൽ ഞാൻ വന്ന അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ ഇന്ന് ഏകദേശം ലീഡർ ക്വാളിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ സ്റ്റെപ്പ് റോൾ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ തന്നെ മതി. ഇതിനൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ പറയാറുണ്ട്, പല ട്രെയിനിങ്ങുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇഫ് യു വർക്കിംഗ് വിത്ത് സിസ്റ്റം, സിസ്റ്റം വിൽ വർക്കിംഗ് ഫോർ യു എന്നാണ്. നമ്മൾ ഈ സിസ്റ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുന്നേരം സിസ്റ്റം നമുക്ക് വേണ്ടി അങ്ങ് വർക്ക് ചെയ്തു. ആ സിസ്റ്റം വിട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് പോയാലോ തളർന്നു പോയാലോ ഇതിനൊന്നും കിട്ടാനും ഉണ്ടാവില്ല. അപ്പൊ ഈ സിസ്റ്റത്തിനനുസരിച്ച് അങ്ങ് പോവുക. ഈ സിസ്റ്റം മാനേജ് ചെയ്തെടുക്കുന്ന സമയത്ത് ലീഡേഴ്സ് നമ്മളോട് പല കാര്യങ്ങളും പറയും. അപ്പൊ നമുക്ക് തോന്നും, തുടക്കത്തിൽ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തോ ഇത് ലീഡേഴ്സ് ഇങ്ങനെ പറയുന്നേരം എന്തോ ലീഡേഴ്സിന് കിട്ടാനാന്നുള്ളൊരു തോന്നല്. ലീഡേഴ്സിന് നമ്മളല്ലെങ്കിലും വേറെ ഇഷ്ടം പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലേ, ഇഷ്ടം പോലെ ആളുകളില്ലേ. നമ്മൾ ഒരാള് ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? നമ്മുടെ താഴെ ബിസിനസ് വന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. എല്ലാ ആഴ്ചയിലും കമ്പനി നമുക്ക് ഇൻകം തരാൻ റെഡിയാണ്. നമ്മൾ എത്ര വാങ്ങിയെടുക്കുന്നുണ്ട്? ഒരാഴ്ചയിൽ നമുക്ക് കിട്ടുന്നത് 1000 രൂപയാന്ന് വിചാരിക്കും. ബാക്കി 2,09,000 നമുക്ക് നഷ്ടല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. 2-10 തരാൻ കമ്പനി റെഡി അല്ല ആഴ്ചയിലും. ഒരു വ്യക്തിക്ക് ഒരാഴ്ചയിൽ 5000 ആണ് കിട്ടുന്നത്. അങ്ങനെയാണ് 2,05,000 രൂപ നഷ്ടല്ലേ? നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നോക്കുന്ന പോലുമില്ല. പിറ്റേത്തെ ആഴ്ചയും അത് വാങ്ങിയെടുക്കാൻ നോക്കണ്ടേ? അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. ഈ ആഴ്ച ഇങ്ങനെ അങ്ങ് പോയി, അടുത്ത ആഴ്ച നോക്കാം. ആ നോക്കാന്നുള്ളിടത്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റം. ഇനി നമ്മൾ വിചാരിക്കും വലിയ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കുള്ളതാണോ ലൈഫ് സ്റ്റൈൽ. ഇത് ബിസിനസ്സിൽ വന്ന ശേഷം നമ്മൾ പല മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഒന്ന് വലുതാക്കുക. വെല്ലിസാറ് പറയാറുണ്ട്, ചട്ടി വലുതാക്കുക അല്ലെ. നമ്മുടെ തല ഒന്ന് വലുതാവാനുണ്ട്. ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. നമുക്കൊരു ആഗ്രഹവും ഇല്ല, ഈ മാസം ഇങ്ങനെ തന്നെ മതി, ഈ ആഴ്ച ഇത്ര തന്നെ വരുമാനം മതി, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അങ്ങനെ തന്നെ അങ്ങ് പോകും. ഈ ആഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അടുത്ത ആഴ്ചയിൽ എനിക്ക് എന്ത് നേടാനുണ്ട്? ഓരോ ആഴ്ചകൾ കഴിയും തോറും നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് അതിന് നമ്മളെ ഇൻകം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്ന ആളെ വരുമാനം വർദ്ധിക്കണം. അതിന് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ കൂടെ വന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ട് നമ്മളോടൊപ്പം ചേർന്ന് വന്നില്ല. അപ്പൊ അവരൊപ്പം നമ്മളും കൂടെ ഉണ്ടെന്ന് നമ്മളൊന്ന് തോന്നിപ്പിച്ചു കൊടുക്കണം. തോന്നിപ്പിച്ചു കൊടുത്താൽ പോരാ, അവരൊപ്പം തന്നെ നമ്മൾ വേണം. പല ആളുകളോടും നമ്മളൊരു മീറ്റിങ്ങിൽ വരാൻ പറഞ്ഞാലോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുമ്പോഴോ പലരും നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് എടുത്തു പറയും. എനിക്ക് മാഡം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട് ഇല്ലേ. ചിലപ്പോ പ്രശ്നങ്ങൾ മാത്രം ഇങ്ങോട്ട് എടുത്തു പറയുന്നവരുണ്ട്. അവരാ പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലർക്കും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരാൾ പോലും എന്നെ കേൾക്കുന്ന ഈ സുഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങോട്ട് അടുത്ത് പിടിച്ചു കഴിഞ്ഞാല്, ഒരു കല്ല് അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കാണുമോ? ഒരിക്കലും കാണൂല. പക്ഷെ അതിനൊന്നും അങ്ങോട്ട് വിട്ടുപിടിച്ചു കഴിഞ്ഞാല് മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ആ പ്രശ്നത്തിന് അവിടെ വിട്ടുപിടിച്ചിട്ട് നമുക്ക് ഇതിന് എന്ത് സൊല്യൂഷൻ ഉണ്ട്? പല ആളുകളുടെയും പ്രശ്നം ഒരുപക്ഷെ പൈസ, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും.
പക്ഷെ ആ സാമ്പത്തിക പ്രശ്നം ഉള്ളത് കൊണ്ട് പല ആളുകൾ കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, ഇന്ന ദിവസം അത് അടയ്ക്കാണ്ട് ഇതടയ്ക്കാണ്ട് അതിനു വേണ്ടി ഓടുന്നു. പക്ഷെ ആ ഓട്ടം ഒന്ന് ഇങ്ങോട്ട് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നത്തിനുള്ള പരിഹാരം ഇവിടെ ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ കണ്ടെത്തൂല, ഈ പ്രശ്നത്തിന് എങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും പല ആളുകളും ചെയ്യുന്ന. ഇപ്പൊ ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഒരു മെഗാ പ്രോഗ്രാം ഉണ്ട്, നെക്സസ്. ആ നെക്സസ് എന്ന പ്രോഗ്രാമിന് ടിക്കറ്റ് എടുക്കാൻ ലീഡേഴ്സ് പറഞ്ഞ സമയത്ത് ടിക്കറ്റ് എടുത്തു വെച്ച് എത്ര പേരുണ്ട്? ടിക്കറ്റ് എടുക്കാൻ അമാന്തിച്ച് നിന്ന് എത്രയോ പേരുണ്ടാവും. എന്നാൽ ചോദിച്ച് പറഞ്ഞ ഉടനെ തന്നെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കയറി നിൽക്കുന്ന ആളുകളും ഇതിലുണ്ട്. കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോ ആ ദിവസം എന്നോട് ഒരു ലീഡർ പറഞ്ഞ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ആ ദിവസം എന്നാണ് ആ ഡേറ്റ് വരുന്നത്, ആ ഡേറ്റിന് ഇപ്പൊ എന്തോ പ്രശ്നം ഉണ്ടാവുമോ എന്ന് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റൂലല്ലോ, ആർക്കും അറിയാൻ പറ്റൂല. നാളെ നമുക്ക് എന്ത് പ്രശ്നം വരും നമുക്ക് ഇന്ന് അറിയാൻ പറ്റുമോ? അടുത്ത 17-ാം തീയതി വരുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ദിവസം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാലോ നമുക്ക് പറയാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ട് ഇന്നേ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ മാറി നിൽക്കുന്ന ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്നും മാറി നിൽക്കലേ ഉണ്ടാവും. പകരം എനിക്ക് അന്നത്തെ ദിവസം പോകാൻ പറ്റിയാൽ പോകണമെങ്കിൽ ഞാൻ ഇന്നേ ടിക്കറ്റ് എടുത്തു വെക്കണം, എങ്കിലേ എനിക്ക് അന്ന് പോകാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോഗ്രാം എന്റെ ലീഡേഴ്സോ എന്റെ കൂടെ വന്നവരോ അത് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ അറ്റൻഡ് ചെയ്താലേ എന്റെ ഉള്ളിൽ അത് ഉണ്ടാവും എന്നുള്ള ബോധമാണ്. ഞാൻ ഫസ്റ്റ് ടൈം നമ്മുടെ 2 day RTP പങ്കെടുത്തപ്പോ ഞാൻ എപ്പോഴും എന്റെ ടീമിന്റെ മീറ്റിങ്ങിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, 2 day RTP എന്ന് പറഞ്ഞ സാധനം പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പേ, അതിനു മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പോലില്ല. എനിക്കൊരു സമ്മതം പോലും കിട്ടാത്ത അവസരത്തിൽ നിൽക്കുമ്പോൾ 2 day RTPക്ക് പങ്കെടുക്കാൻ പോകുമെങ്കിൽ റെജിന മാഡം അയ്യൂബ് സാറും ഇവിടെ വന്ന് ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച് സമ്മതമൊക്കെ ആക്കി എന്നെ പോകാൻ അനുവദിച്ചു. അന്ന് എന്റെ കയ്യിൽ 2500 രൂപ പോലും ഇല്ല, കാരണം ഞാൻ TC പോലും അന്ന് ആയിട്ടില്ല. അന്ന് പോകുന്ന സമയത്ത് 2 day RTPക്ക് പോകുമ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്ത ആങ്സൈറ്റി ഉണ്ട്, ഞാൻ എങ്ങനെ പോകും, എനിക്ക് അനുവാദം കിട്ടുമോ, പോകാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് അവർ സമ്മതാക്കി പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ പോകാൻ ഇറങ്ങുമ്പോ തന്നെ ചെയ്ത ഒരു കാര്യമുണ്ട്. ഞാൻ അവിടെ പോയി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അവിടെ എന്തൊക്കെ സംഭവിച്ചു. ഞാൻ പോകുന്ന നേരം എന്റെ ടീമിൽ നിന്നും കുറച്ച് ആൾക്കെങ്കിലും അവിടെ കൊണ്ടുപോയാലേ അവർക്കും കൂടെ അത് കിട്ടുള്ളൂ. ഒരിക്കലും അത് കേട്ട് അറ്റൻഡ് ചെയ്ത് വന്ന അതേപോലെ എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോയ സമയത്ത് തന്നെ 10 പേര് എന്റെ ഓർഗ് 1 നിന്നും 10 പേര് എന്റെ ഓർഗ് 2 നിന്നും ഞാൻ അന്നത്തെ RTPയിൽ കൊണ്ടുപോയിട്ടുണ്ട്. 21 ആള് വെച്ചാണ് അന്നത്തെ ഫസ്റ്റ് എന്റെ RTP ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ആ 21 ആളെ വെച്ച് അറ്റൻഡ് ചെയ്ത RTPയിലെ 21 പേരും ഇന്ന് ലീഡേഴ്സ് ആണെന്ന് തന്നെ പറയാം. അത് എന്റെ കഴിവല്ല. ആ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും നോക്കുക, നിങ്ങൾ ഏത് പ്രോഗ്രാമിന് വേണ്ടി ടിക്കറ്റ് എടുക്കുന്നുണ്ടോ, എന്തായിക്കോട്ടെ, നിങ്ങളുടെ ഓർഗ് 1 നിന്നും 2 നിന്നും എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇത് നോക്കുക. നിങ്ങളുണ്ടോ, നിങ്ങളുടെ 1 നിന്നും 2 നിന്നും എത്ര ആളുണ്ട്, നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വളർന്നോളൂ. ഞാൻ പലപ്പോഴും തുടക്കം മുതലേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അതാ. എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് ലീഡേഴ്സ് എനിക്ക് മുകളിലുണ്ട്, എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് ലീഡേഴ്സ് എനിക്ക് താഴെയുണ്ട്. ഈ 2 ലീഡേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ പല പ്രോഗ്രാമുകളും. GTS ആവട്ടെ, FSS ആകട്ടെ, 1 day ട്രെയിനിങ് ആകട്ടെ, അതേപോലെ 2 day RTP ആകട്ടെ, ഇനി വരാനിരിക്കുന്ന മെഗാ പ്രോഗ്രാമുകൾ എല്ലാം ആവട്ടെ, ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയേറ്റർ ആവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയും നമ്മളോടൊപ്പം കൂടെ വന്ന ആളുകളും വളരും, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും പറ്റും. ഈ ഒരു ചെറിയ ടെക്നിക്ക് നമ്മുടെ സൈറ്റിൽ കൂടെ നമുക്കും നമ്മുടെ ടീമിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി. ഇന്ന് നെക്സസ് എന്ന പ്രോഗ്രാമിലേക്ക് ടിക്കറ്റ് എടുത്ത സമയത്ത് എന്റെ കൂടെ വരുന്നത് ഇപ്പോഴും 21 പേരാണ്. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, എന്തോ ഒരു പ്രോഗ്രാം വെക്കുന്ന സമയത്ത് 20, 21, 11 ഇങ്ങനെ ഒരു 1-ലാണ് എന്റെ ടീമിന്റെ എണ്ണം പലപ്പോഴും അവസാനിക്കാറ്, എന്താണെന്ന് അറിയൂല. അപ്പോ ഈ രീതിയിൽ ഈ ഒരു നെക്സസിന്റെ പ്രോഗ്രാമിലേക്ക് 21 പേര് ഇപ്പൊ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് എന്റെ കൂടെ പല മീറ്റിങ്ങുകളും പങ്കെടുത്ത് 6 പേരുണ്ട്, എപ്പോഴും എന്നോടൊപ്പം നിന്നോണ്ടിരുന്ന 6 പേര്. ആ 6 പേരും ഇന്ന് DTC എബോവ് ലീഡേഴ്സ് ആണ്. താഹിറ എന്ന ആള് മൈലൈഫ് അറിയുന്നതിന് മുമ്പേ, മൈലൈഫ് എന്താന്ന് പോലും അറിയുന്നതിന് മുമ്പേ ഞാൻ പങ്കെടുക്കുന്ന ഓരോ മീറ്റിങ്ങുകളിലും എന്നോടൊപ്പം വന്ന് ചേർന്നിട്ടുള്ള ആളുകളാണ്. അവർ 6 പേരും ഇന്ന് DTCയോ DTCക്ക് മുകളിലോ ഉള്ള റാങ്കിൽ വർക്ക് ചെയ്യുന്നു. അത് അവരെ കഴിവിനെ, അവരെ ഉള്ളിലുള്ള കഴിവിനെ, എന്റെ ഉള്ളിലുള്ള കഴിവിനെ ഒക്കെ തിരിച്ചറിയാൻ എന്റെ മുകളിലുള്ള ലീഡേഴ്സിന് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോ ആ കഴിവുകളെ
മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സിന് അറിയാം അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നെ കൊണ്ട് ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും, ഒരു ഹോം മീറ്റിംഗ് എടുക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ച വ്യക്തിയല്ല. പക്ഷെ ഞാൻ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് എന്റെ ലീഡേഴ്സ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എങ്കിലൊന്ന് പറ്റിയാലോ, ഒന്ന് ചെയ്തു നോക്കട്ടെ. ചെയ്തു നോക്കിയപ്പോൾ കുഴപ്പമില്ല. ആദ്യം കുറച്ച് വിറയലോ പ്രശ്നങ്ങളൊക്കെ തോന്നിയെങ്കിലും രണ്ടാമത്തെ തവണ ചെയ്തപ്പോഴേക്ക് അത് ഓക്കെ ആയി. പക്ഷെ നമ്മളെപ്പോഴും കറി വെക്കാനൊക്കെ പഠിച്ച അങ്ങനല്ലേ, ആദ്യം ഒന്ന് തെറ്റിയ ശേഷം രണ്ടാമത് റെഡി ആയവരല്ലേ. അപ്പൊ ആ തെറ്റാൻ നമ്മളൊന്ന് മനസ്സ് കാണിക്കണം. പലർക്കും എപ്പോഴും ഒരു ആളെടുത്ത് ഒരു ബിസിനസ് പറയാൻ പോണെങ്കിൽ അപ്ലൈൻ ലീഡർ വരണം. അപ്ലൈൻ ലീഡർ ഇല്ലെങ്കിൽ പ്ലാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഒരു 1 to 1 കൊടുക്കണമെങ്കിൽ പോലും അപ്ലൈൻ ലീഡറെ വിളിക്കണം. എന്നും ചാരി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ചാരി ഇരിക്കാതെ എന്നാണോ സ്വന്തമായിട്ട് ചെയ്യാൻ നമുക്ക് തോന്നുന്നത് അന്ന് മുതലേ നമ്മുടെ ടീം വളരും. ഞാന് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു ട്രെയിനിങ്ങിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കൊച്ചിയില് കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി തോന്നുന്നു നമ്മുടെ ബിജു സാറ് ITC ആയെന്ന്. ആ കൊച്ചിയിലുള്ള ട്രെയിനിങ്ങിന് പോകുന്നതിന്റെ 2 ദിവസം മുമ്പേ ഞാന് അയ്യൂബ് സാറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആ പ്രോഗ്രാം പങ്കെടുക്കേണ്ടിയുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ അത്യാവശ്യം ഇവിടെയുള്ള പ്രോഗ്രാം ഒക്കെ പങ്കെടുക്കുന്ന ആളല്ലേ, അപ്പോ നിങ്ങൾ പോയിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ പറഞ്ഞ കാര്യം അന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് ഇവിടെ കിട്ടേണ്ട ട്രെയിനിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടുന്ന് എനിക്ക് മാക്സിമം കിട്ടേണ്ടിയില്ല, ഇനി നിനക്ക് അവിടെയുള്ള ട്രെയിനിങ് കിട്ടണം. അങ്ങനെ ഞാൻ 6000 രൂപ കൊടുത്തോട്ടിരുന്നു. അവിടെ പോയ സമയത്ത് ഒരുപാട് ലീഡേഴ്സിന്റെ വാക്കുകൾ ഞാൻ ഇങ്ങനെ കേട്ട് പോയപ്പോ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു പക്ഷേ STC എന്ന റാങ്കിലേക്ക് ഞാൻ എത്തിയില്ല, അവിടെ ഞാൻ മുരടിച്ചു പോയിരുന്നു. നമ്മൾ ഓരോ റാങ്ക് കയറുമ്പോൾ കിട്ടാവുന്ന അത്രയും ട്രെയിനിങ്ങുകൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കണം. എന്നാലും ഞാൻ അന്ന് നോട്ട് ചെയ്ത് എന്റെ ഡയറിയുടെ ഫസ്റ്റ് പേജിൽ എഴുതിയ ഒരു വാക്ക് ഞാൻ എല്ലാ ദിവസവും എടുത്ത് മറിച്ചു നോക്കാറുണ്ട്. കാരണം അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഞാൻ എന്നെ തന്നെ ഒരുപാട് ഷേപ്പ് ആക്കാനുണ്ട്. ആ ഷേപ്പ് ആക്കാത്തതിന്റെ പ്രശ്നങ്ങളെ എന്റെ ടീമിലുള്ളൂ. ഞാൻ ഒരിക്കലും എന്റെ മുകളിലുള്ള ലീഡേഴ്സിന്റെ പ്രശ്നവും എന്റെ താഴെയുള്ള ലീഡേഴ്സിന്റെ പ്രശ്നവും അല്ല എന്റെ ടീമിന്റെ പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്നെ ഞാൻ ഇനിയും ഷേപ്പ് ആക്കാനുണ്ട്. അവിടെയാണ് എന്റെ പോരായ്മന്ന് ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് സജി പാർക്കർ സാറ് പറഞ്ഞ ഒരു കാര്യം ഇന്ന് എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചത് എന്തിനാന്ന് വെച്ചാല്, പലപ്പോഴും ഞാൻ ചിലപ്പോൾ ഡൗൺ ആയി പോകുന്ന സമയത്തും പല സമയത്ത് സ്ട്രഗിളിങ് വരുന്ന സമയത്തും ഞാൻ ആ ഡയറി മറിച്ചിട്ട് ഫസ്റ്റ് പേജ് വായിച്ചു നോക്കും. അത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ തന്നെ അത് കണ്ടൊന്ന് മോട്ടിവേഷനും ആവാറുണ്ട്. നിങ്ങൾക്ക് അത് എത്രത്തോളം ഫലം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ എഴുതി വെച്ച വാക്ക് ഇതാണ്, ഇഫ് യുവർ ആക്ഷൻ ഇൻസ്പയർ others to dream more, learn more, do more and become more, you are a leader. ആർക്കെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം, if your action inspire others to dream more, learn more, do more and become more, you are a leader. അതിനി ഇങ്ങനെ പറഞ്ഞത് മനസ്സിലാവാത്തവർക്ക് ഞാൻ എന്റെ മലയാളവും പറഞ്ഞുതരാം. വേറൊന്നുമല്ല, എപ്പോഴാണോ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ അറിവ്, നിങ്ങൾ പഠിച്ചത്, നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മറ്റുള്ള ആളുകൾക്ക് ഇൻസ്പയർ ആകുന്നത്, അവർക്ക് ജീവിതത്തിൽ എനിക്കും അതേപോലെ ആവണം, ഇവരുടെ വാക്ക് പോലെ എനിക്കും ആവണം എന്ന് എപ്പോഴാണോ നിങ്ങളെ ടീമിലുള്ള ആളുകൾക്ക് തോന്നുന്നത്, അപ്പം മുതലേ നിങ്ങളൊരു ലീഡർ ആവുള്ളൂ. അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കി, എന്റെ കൂടെ വന്ന പല ആളുകളും അന്ന് വന്നിട്ടുള്ളത് എന്നെ കണ്ടിട്ടല്ല, എന്റെ മോളിലെ ലീഡറെ വാക്കുകളെ ഇൻസ്പയർ ചെയ്തിട്ടും, എന്റെ മോളിലെ ലീഡറെ പ്രവർത്തനങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടും, എന്റെ മോളിലുള്ള ലീഡറെ അറിവുകൾ കണ്ടിട്ടുമാണ്. പക്ഷെ അന്ന് മുതൽ ഞാൻ എന്നെ തന്നെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോഴും അതാ ചെയ്യുന്നത്. ഇപ്പൊ പല ആളുകളും കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം ഞാൻ അത് വെച്ച് പ്രവർത്തിച്ചപ്പോഴാവാം പല ആളുകളും പറയാൻ തുടങ്ങി, താര മേഡം ചെയ്യും പോലെ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്, താര മേഡം സംസാരിക്കും പോലെ ചെയ്യാൻ നോക്കുന്നുണ്ട്, താര മേഡം അച്ചീവ് ചെയ്ത പോലെ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലായി, ഞാൻ ആ എഴുതി വെച്ച റൂട്ടിലോട്ട് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളും ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ താഴെ വന്ന ആള് ഒരിക്കലും എന്നെ കണ്ടോ, അയ്യൂബ് സാറിനെ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മോളിലുള്ള ലീഡറെ കണ്ടോ ആണോ അവര് സംസാരിക്കുന്ന സമയത്ത് അവരെയാണോ ഇൻസ്പയർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ അവർക്ക് സാധിക്കണം. അപ്പോഴേ നിങ്ങളുടെ ടീം വളരുള്ളൂ.
അഫ്സത്ത് മേഡത്തിന്റെ ടീമിലുള്ള ആൾ അഫ്സത്ത് മേഡത്തെ പോലെ ആവാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുകയും നിങ്ങളുടെ കൂടെ വന്ന ആളുകളെ പോലെ അവരെ താഴെയുള്ള ആൾ എന്നാവുന്നുണ്ടോ അന്ന് നിങ്ങൾ ലീഡർ ആവും. അതുവരെയും ലീഡർ അല്ല. അപ്പൊ ഞാൻ കൊച്ചിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ, ഞാൻ ലീഡർ ആയിട്ടില്ലല്ലോ. ഞാൻ അന്ന് അവിടേക്ക് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എന്തോ വലിയൊരു ലീഡറാന്ന് കരുതി മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ലീഡർ ആയിട്ടില്ല, ഇനിയും ആവാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്ന ശേഷം മുതൽ പല കാര്യങ്ങളിലും ഹോം മീറ്റിങ്ങിനൊക്കെ പോകുന്ന നേരം എനിക്ക് എന്റെ ലീഡേഴ്സും കൂടെ വെറുതെങ്കിലും ആ ചെയറിൽ ഇരിക്കണം. ഞാന് അവരിരുന്നെങ്കിലേ എനിക്ക് എന്തോ അതൊരു കംഫേർട്ട് ആവുന്ന ഒരു തോന്നൽ, എന്തോ ഒരു പൂർണ്ണ ആയില്ല എന്നൊരു തോന്നലായിരുന്നു. പക്ഷെ എന്നൊരു വർഷത്തോളായി ആ കൊച്ചി പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് പല സമയവും ഹോം മീറ്റിംഗ് എടുത്ത് എന്റെ ലീഡേഴ്സ് അയ്യൂബ് സാർ ആണെങ്കിലും റെജിന മേഡം ആണെങ്കിലും ഒക്കെ ആ ഹോം മീറ്റിങ്ങിന്റെ ഫോട്ടോ കാണുമ്പോഴാണ് ഇന്ന് എന്റെ ടീമിൽ ഒരു ഹോം മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് പോലും അറിയാറ്. അന്ന് മുതൽ എന്റെ ലീഡേഴ്സ് ചെറിയ രീതിയിൽ ഇൻസ്പയറിംഗ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇത് നമ്മൾക്കും ഫോളോ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളിലെങ്കിലും നമ്മൾ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്താൻ നമ്മൾ ശ്രമിക്കുമ്പോഴേ നമ്മുടെ ടീം നമ്മളോടൊപ്പം വളരുള്ളൂ. ഏതായാലും ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. വിചാരിച്ച പോലെ അല്ല, ഇതിങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നീണ്ടുപോകും. ഏതായാലും നമ്മുടെ ഒരു ഒറ്റ കാര്യം, ഒന്ന് രണ്ട് കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഈ സ്റ്റെപ്പ് റോൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൂടെ ഒരു ടീം ഡെവലപ്പ് ആവും. നാളുകളിൽ നമ്മൾ എവിടെ കിടന്നു പോയി കഴിഞ്ഞാലും നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് കുറയൂല. എപ്പോഴും ഓരോ ആളുകളുടെ തായും ഓരോ ആളുകൾ ഉണ്ടെങ്കിൽ ടീം അടിവേര് ഉറച്ചൊരു ടീം നമുക്ക് ഉണ്ടാവും. ഏത് കാറ്റ് വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ടീം മറിഞ്ഞു പോരാ. അപ്പൊ അതിന് നിങ്ങളുടെ താഴേക്ക് ആരൊക്കെ ഉണ്ട്, എവിടെയൊക്കെയാണ് ഇല്ലാത്തതെന്ന് സ്വന്തം നിങ്ങളുടെ റിവ്യൂ ഒന്ന് നിങ്ങൾ വരച്ചു നോക്കുക. എവിടെയൊക്കെ കുറവുകൾ വന്നിട്ടുണ്ട്, ആ കുറവുകളെ നികത്താൻ ഞാൻ എന്ത് ചെയ്യണം, ലീഡേഴ്സുമായിട്ട് ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ സ്റ്റെപ്പിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ടീം അങ്ങ് വളർന്നോളും. നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൽ ഫോക്കസ് കൊടുക്കുക എല്ലാ ആഴ്ചയിലും. ചിലപ്പോൾ ലീഡേഴ്സ് പറയും നിങ്ങളോട് റാങ്ക് ഒന്ന് ചേഞ്ച് ചെയ്യൂ, അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് റാങ്ക് ഒന്ന് മാറണം. ചിലപ്പോൾ ചില ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റാർ റാങ്ക് തന്നെ ഇരിക്കുന്നുണ്ടോ, മാസങ്ങളായിട്ട് സ്റ്റാർ റാങ്ക്, അവിടെ നിന്നൊന്ന് റൂബിയിലോട്ടൊന്ന് പോവാൻ പോലും മനസ്സ് കാണിക്കില്ല. എങ്ങനെ നിങ്ങളെ കണ്ട് മറ്റൊരാൾ വരിക? നിങ്ങളുടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കാണുമ്പോഴാണ് നിങ്ങളുടെ ടീം ഇൻസ്പയർ ചെയ്യുക, നിങ്ങളെ കൂടെ വന്ന ആൾ ഇൻസ്പയർ ചെയ്യുക. നിങ്ങൾ അറിയാതെ നിങ്ങളെ വീക്ഷിക്കാനും നിങ്ങളവിടെ നെഗറ്റീവ് പറയുന്ന ആളുകൾ നിങ്ങളുടെ ഫോണിലെ സ്റ്റാറ്റസുകൾ നിത്യം നോക്കുന്നുണ്ടാവും. നിങ്ങളത് അറിഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ അവർ കാണുമ്പോൾ ഒക്കെ നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്, പക്ഷെ അവരുള്ളിലും നിങ്ങൾ എങ്ങോട്ടാ വളരുന്നത്, നിങ്ങൾ പോകുന്നുണ്ടോ, മാറ്റങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്തൊക്കെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവര് നോക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും അത് അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും, നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ ശീലം. അത് നോക്കിയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ ഓരോ ആഴ്ചയിലും നമ്മുടെ ഇന്ന് നിൽക്കുന്ന റാങ്കിൽ നിന്നും അടുത്ത ആഴ്ചയിലേക്ക് നമ്മുടെ തന്നെ പോസ്റ്റർ വരാൻ നോക്കുക. പിറ്റേത് ആഴ്ചയിലും നമ്മുടെ പോസ്റ്റർ വരണം. ഡെയിലി നമ്മുടെ സ്റ്റാറ്റസുകളിൽ നമ്മുടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ചോദിക്കും, ഇപ്പൊ നിനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ, എങ്ങനെയുണ്ട് ബിസിനസ്, നിങ്ങളുടെ കച്ചവടം ഉഷാറാണില്ലേ, ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. തുടങ്ങിയ സമയത്ത് എന്റെ കൂടെ വരാതിരുന്ന ഓരോരോ ആളുകള് ഇപ്പൊ പുതുതായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്റെ ടീമിൽ ജോയിൻ ചെയ്തിട്ട് എന്നോട് എന്നെ ചോദിക്കും, ജോയിൻ ചെയ്യൂല, അവർക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്നെ വിളിക്കും, നീ അന്ന് പറഞ്ഞിട്ടില്ലായിനോ, ഓക്കെ ആണ്, ഞാൻ ഇപ്പൊ അത് ജോയിൻ ചെയ്താലും വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യും. ഞാൻ പറഞ്ഞു അവരെ കൂടെ ജോയിൻ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അവിടെ തന്നെ ജോയിൻ ചെയ്തോളൂ. കാരണം എന്താ, അതെന്റെ ഒന്നെങ്കിൽ അവർക്ക് 1 or 2 ആണ്. എവിടെ ജോയിൻ ചെയ്താലും നമുക്ക് എന്താ നമ്മുടെ 1 or 2 ആയാൽ പോരെ. അപ്പൊ ഇപ്പൊ അത് അന്ന് ഞാൻ പറഞ്ഞ ആളുകൾ ഇപ്പൊ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് ഈ ബിസിനസ്. നമ്മൾ നെഗറ്റീവ് പറയുന്ന ആളുകളെ അവരെ പുറകെ പോവാൻ നിൽക്കേണ്ട. അവർ ഇന്നല്ലേ നാളെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തോളൂ. അവരോട് വാക്കുകൊണ്ട് പോലും മോശമായിട്ട് പറയരുത്. ചിരിച്ചും കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. നിങ്ങൾ ഒരാളുടേതും കക്കാൻ പോകുന്നില്ല, പിടിച്ചു പറിക്കാൻ പോകുന്നില്ല. നല്ല രീതിയിൽ ഹലാലായ കച്ചവടം ചെയ്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ലേഡീസിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം വീട്ടിൽ ഒരു കാര്യത്തിനും ഒരു കോട്ടവും പറ്റരുത്. നിങ്ങൾ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും പവർഫുൾ ആയിട്ട് ചെയ്യാനുള്ള കഴിവുള്ള ആളുകളാണ് ലേഡീസ്. കാരണം ലേഡീസ് മൾട്ടി ടാലന്റഡ് ആണ്. ഒരേ സമയം പല പ്രവൃത്തികൾ ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. ആനയുടെ വലുപ്പം ആനയ്ക്ക് അറിയൂല എന്ന് പറഞ്ഞ പോലെ ഞാൻ മുമ്പും വീട്ടിൽ ജോലി എടുക്കുന്ന ആളാണ്, ഇപ്പോഴും വീട്ടിൽ ജോലി എടുക്കുന്ന ആളാണ്. ഞാൻ അത്യാവശ്യം വീട്ടിലെ ജോലി എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡും ആണ്. കാരണം ഞാൻ ഒരു സമയത്ത്
എനിക്കറിയാം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു നോക്കി അറിയാം. രാവിലെ മുതൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോറും കറിയും വെക്കൽ തന്നെ ആയിരിക്കും, വീട്ടിലെ ജോലികളായിരിക്കും. പക്ഷെ എവിടെയെങ്കിലും പോകാനുണ്ട് നിങ്ങൾ അത് അരമണിക്കൂർ കൊണ്ട് തീർക്കും. എവിടെയും പോകാനില്ലെങ്കിൽ വൈകുന്നേരം വരെ ആ ജോലിയായിരിക്കും എടുക്കുക. അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യവും ഇല്ല, ഒരു സ്വപ്നവും ഇല്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈലിൽ ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് ഓരോന്നിനും സമയം കണ്ടുകൊണ്ട് ഒരു ഡയറിയിൽ നിങ്ങളെ ടൈമിനെ തന്നെ നിങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നോക്കാണ്ടി ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, നാളെ ചെയ്യേണ്ട കാര്യത്തിന് ഇന്നേ നിങ്ങളുടെ ഡയറിയിലോ മനസ്സിലോ ഒന്ന് കുറിച്ച് വെച്ചിട്ട് പണിയെടുക്കുക. ഒരാഴ്ച കഴിയുന്നേരം എത്ര വരുമാനം അക്കൗണ്ടിൽ എനിക്ക് വേണമെന്ന് ഇന്നേ എഴുതി വെക്കുക. അതിന്റെ പ്രവൃത്തി ഒറ്റ ആഴ്ച എടുക്കുക. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഒന്ന് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുക, ഞാൻ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തത്. ഒരിക്കലും നിങ്ങൾ മുകളിലോട്ടും നോക്കണ്ട, താഴോട്ടും നോക്കണ്ട. താഴോട്ട് നോക്കണം അങ്ങനെയല്ല, നിങ്ങൾ അവരെന്ത് ചെയ്ത് ഇവരെന്ത് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ എനിക്ക് വരുമാനം കുറയുന്ന സമയത്ത് നോക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ എത്തി, എവിടെയൊക്കെ എന്റെ പോരായ്മ വന്നു, ഇത് മാത്രം നോക്കിയാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് താഴെയുള്ള ആളുകളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എന്തൊരു ബ്യൂട്ടി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയാണിത്. ഏതായാലും സമയം ഒരുപാടായിട്ടുണ്ട്, ഞാൻ കൂടുതൽ അറിയാതെ അങ്ങ് പോയി. ഏതായാലും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ആർക്കെങ്കിലും മനസ്സിൽ എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ആഴ്ചയിൽ നിങ്ങളുടെ റാങ്ക് ചേഞ്ച് ചെയ്തുകൊണ്ടും ഈ ആഴ്ചയിൽ നിങ്ങളുടെ വരുമാനത്തിന് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എന്നെ ഈ മേഖലയിൽ വലുതാക്കിയ എന്റെ ലീഡേഴ്സ് റജിന മേഡം, അയ്യൂബ് സാറ്, ഷായർ സാറ്, ബിജു സാറ്, റമി സാർ, എല്ലാ ലീഡേഴ്സിനോടും മറ്റുള്ള ലവ്ലി ലീഡേഴ്സ്, ഒരുപാട് ലവ്ലി ലീഡേഴ്സ് ഉണ്ട്. നമ്മൾ പറയാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ചെറൂർ സാറ്, നാരായണി സാറ്, റഫീഖ് സാറ്, ഇങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ആരെങ്കിലും ഒക്കെ വിട്ടുപോകും. അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടും സ്നേഹം പങ്കിട്ടുകൊണ്ടും പോകുന്ന ഏറ്റവും ബ്യൂട്ടി ആയിട്ട് പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള ബിസിനസ് ആണ്. അപ്പൊ ഇതിന്റെ ഭാഗവാക്കായി ഉയർന്ന ഉന്നതിയിലെത്താൻ എല്ലാവരെയും സർവശക്തൻ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വാങ്ങാണ്. ഓക്കെ, താങ്ക് യു.